Good evening, everyone. Today we are going to learn a new lesson. So here I'm sharing my screen, and you can take your textbook also. Take page number 81. Okay. What's the title of today's chapter? A Saturday A Saturday morning. A Saturday morning. സോ ഇത് എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ് കേട്ടോ. അതായത് നിങ്ങൾക്കത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. എന്നാലും നമ്മുടെ ഈ എക്സാം ആയതുകൊണ്ട് ഇതിലൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ. Okay, sir. Okay, sir. Okay, sir. So starting from the beginning. Okay. Tom, no answer. Tom, no answer. Where can he be? And Polly asked herself. He must be somewhere here. അതായത് ഇതൊരു കഥയാണ്. ഒരാരോ വിളിക്കുകയാണ്, ടോം ടോം. ടോമിനെ വിളിക്കുക. ബട്ട് നോ ആൻസർ. വേർ ക്യാൻ ഹി ബി? എവിടെയായിരിക്കും അവൻ? ആൻഡ് പോളി ആസ്ഡ് ഹെർസെൽഫ്. ആ ആൻറ്റി, പോളി ആൻറ്റി സ്വയമേ തന്നെ പറയുക, അവൻ എവിടെയായിരിക്കും? ഹി മസ്റ്റ് ബി സംവെയർ ഹിയർ. അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണണമല്ലോ. ഷി വെന്റ് ടു ദ ഡോർ, looked out into the garden and shouted again, Tom, Tom. She went to the door. അപ്പോ ഡോറിനടുത്തേക്ക് പോയി, ലുക്ക്ഡ് ഔട്ട് ഇൻ ടു ദ ഗാർഡൻ, ഗാർഡനിലേക്ക് നോക്കി, എന്നിട്ട് വീണ്ടും വിളിച്ചു, ടോം ടോം. ടോമിനെ വിളിക്കുക. ബട്ട് നോ ആൻസർ. അവർക്ക് ആൻസർ ഒന്നും കിട്ടിയില്ല. ആരിൽ നിന്ന്? ടോമിൽ നിന്ന്. ദ ഓൾഡ് ലേഡി സ്റ്റുഡ് there thoughtfully. അപ്പോ അവരെവിടെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. സഡൻലി ഷി ഹേർഡ് എ സൗണ്ട് ബിഹൈൻഡ് ഹെർ. പെട്ടെന്ന് സഡൻലി ഷി ഹേർഡ് എ സൗണ്ട്, അവരൊരു സൗണ്ട് കേട്ടു. ബിഹൈൻഡ് ഹെർ, അവരുടെ പുറകിൽ നിന്ന്. ഷി ടേൺഡ് റൗണ്ട് ക്വിക്ലി. അപ്പൊ ഷീ ടേൺഡ് റൗണ്ട്, അവർ പെട്ടെന്ന് ബാക്കിലോട്ട് നോക്കി, എന്താ എന്താ സൗണ്ട് കേൾക്കുന്നേ എന്നുള്ള കാര്യം. There was Tom near the cupboard door. അപ്പോ അവിടെ ടോം ആ കബോർഡിനടുത്ത് നിപ്പുണ്ടായിരുന്നു. He had jam all over his face. അവന്റെ മുഖം മുഴുവനും എന്തായിരുന്നു? ജാം, ജാം ഉണ്ടായിരുന്നു. What have you been doing? What have you been doing? അതായത് നീ എവിടെ എന്തെടുക്കുകയാ, എന്ത് ചെയ്യുകയാ? ആൻഡ് പോളി ആസ്ക്ഡ് ആംഗ്രിലി. അതായത് ദേഷ്യത്തോടെ പോളി ആൻറ്റി അവനോട് ചോദിക്കുക. When Tom did not answer, she went on, you have been stealing jam again. അപ്പോ ടോമിനാണെങ്കിൽ ആൻസർ ഒന്നും പറയാൻ പറ്റിയില്ല. എന്നിട്ട് ആൻസർ ഒന്നും പറയാത്തത് കൊണ്ട് ഷീ വെന്റ് ഓൺ എന്ന് ഇവിടെ പറയുന്നത് അവര് വീണ്ടും ഇത് അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി എന്ന്. യു ഹാവ് ബീൻ സ്റ്റീലിംഗ് ജാം അഗെയിൻ. നീ വീണ്ടും ജാം കട്ടെടുത്ത് തിന്നു അല്ലേ, അല്ലെങ്കിൽ കട്ടെടുത്തു. ഡോണ്ട് ടെൽ മീ ദാറ്റ് യു ഹാവൻറ്റ്. ഡോണ്ട് ടെൽ മീ, എന്നോട് പറയരുത് നീ ചെയ്തിട്ടില്ല എന്ന്. Haven't I told you 100 times to keep away from that cupboard? അതായത് haven't I told you, ഞാൻ പറഞ്ഞിട്ടില്ലേ, 100 times, 100 തവണ, ഞാൻ 100 തവണ നിന്നോട് പറഞ്ഞിട്ടില്ലേ, to keep away from that cupboard, ആ കബേർഡിൽ നിന്ന് അല്ലെ അലമാരയിൽ നിന്ന് മാറി നിൽക്കണമെന്ന്, അല്ല എങ്കിൽ അലമാരയുടെ അടുത്ത് നീ പോകരുതെന്ന്. Where is the stick? വടി എവിടെയാ? And Polly took her stick and raised it high. She was about to strike Tom hard.
അപ്പോ നമ്മുടെ ആന്റി എന്ത് ചെയ്തു, പോളി ആന്റി എന്ത് ചെയ്തു, ചോദിക്കാൻ വേർ ഇസ് എ സ്റ്റിക്ക് എന്ന് ചോദിച്ചിട്ട് സ്റ്റിക്ക് എടുത്തു ആൻഡ് റേസ്ഡ് ഇറ്റ് ഹൈ. അപ്പൊ അടിക്കാൻ വേണ്ടി ഓങ്ങി. ഷി വാസ് അബൌട്ട് ടു സ്ട്രൈക്ക് ടോം ഹാർഡ്, അതായത് വളരെ ശക്തിയായി ഉറച്ചടിക്കാന് ആയിട്ട് നോക്കി. അതായത് അബൌട്ട് ടു, അതായത് അടിക്കുവാനായിട്ട് തുടങ്ങി. അത് അടിച്ചില്ല, പക്ഷെ അടിക്കുവാനായിട്ട് പോയി. ഇത്രയും മനസ്സിലായോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം ചോദിക്കണം കേട്ടോ. കാര്യം എനിക്കിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് പേരെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അറ്റ് എ ടൈം. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ചോദിക്കുക. ഓക്കെ? ഓക്കെ, ഫൈൻ. സോ അപ്പോ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയോ. Look behind you, auntie, shouted Tom. അപ്പോ ടോം ഉടനെ പറയുക, ലുക്ക് ബിഹൈൻഡ് യു, ആന്റിയുടെ പുറകിലേക്ക് ഒന്ന് നോക്കിക്കേ. ഷൗട്ടഡ് ടോം, അതായത് അടിക്കാൻ പോയപ്പോ അവൻ പെട്ടെന്ന് പറയുക, പുറകിലേക്ക് നോക്കിക്കേ. ആൻഡ് പോളി ലുക്ക്ഡ് ബിഹൈൻഡ് ഹെർ. ഉടനെ തന്നെ ഇത് ആന്റി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ അതായത് കിടന്ന് വിളിക്കുക, അടിക്കാൻ പോയപ്പോ കിടന്ന് ഇങ്ങനെ വിളിക്കുക. നിങ്ങളെ പാരന്റ്സ് അടിക്കാൻ വരുമ്പോ അയ്യോ എന്നെ അടിക്കരുതേ, അല്ല എങ്കിൽ ഇത് എന്തെങ്കിലും സൂത്രപ്പണി കാണിച്ചിട്ട് അവിടെ നിന്ന് ഓടാനൊക്കെ ശ്രമിക്കത്തില്ലേ? ശ്രമിക്കത്തില്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അതിനർത്ഥം എല്ലാരും ശ്രമിക്കുമെന്നാ. ഓക്കെ. ഓക്കെ. അപ്പോ അതുപോലെ ടോം ഇവിടെ ചെയ്യാ, പെട്ടെന്ന് അടിക്കുന്നതിന് മുമ്പ് ഉടനെ പറയാ, ആന്റി ഒന്ന് പുറകിലേക്ക് നോക്കിക്കേ. ആൻഡ് പോളി ലുക്ക് ബിഹൈൻഡ് ഹെർ. അപ്പൊ ഉടനെ തന്നെ ആന്റി ഇതെന്ത് എന്താ കഥയെന്ന് അറിയാനായിട്ട് ഉടനെ ആന്റി പുറകിലേക്ക് നോക്കി. ദിസ് വാസ് ടോംസ് ചാൻസ്. ഇതായിരുന്നു ടോമിന് കിട്ടിയ ഒരു ചാൻസ്, ഒരു അവസരം. ഹി റഷ്ഡ് ഔട്ട് ഓഫ് ദ ഹൗസ്. റഷ്ഡ് ഔട്ട്, അവൻ പെട്ടെന്ന് അവിടുന്ന് പാഞ്ഞു, ആ വീട്ടിൽ നിന്ന് പാഞ്ഞു. ഹി ക്ലൈംഡ് ഓവർ ദ ഫെൻസ്. അവൻ എന്ത് ചെയ്തു? ക്ലൈംഡ് ഓവർ ദ ഫെൻസ്. ഫെൻസ് മീൻസ് വേലി. വേലിക്ക് മുകളിലൂടെ ചാടി കടന്നു. ക്ലൈംഡ് ഓവർ, വേലി ചാടി ഓടി. സൂൺ ഹി വാസ് ഫാർ അവേ. പെട്ടെന്ന് തന്നെ ഹി വാസ് ഫാർ അവേ, അതായത് അവൻ വളരെ ദൂരം പോയി. ആൻഡ് പോളി വാസ് ആംഗ്രി ബട്ട് ഷീ ലാഫ്ഡ്. ആൻഡ് പോളി, അതായത് പോളി ആന്റിക്ക് ദേഷ്യം തോന്നി, പക്ഷെ ഇവന്റെ ഓട്ടം കണ്ടപ്പോ ചിരിച്ചുപോയി. ഇതിപ്പോ നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങള് അടിക്കാനായിട്ട് ഓട്ടിക്കുമ്പോ ഇത് വടി കയ്യിൽ കാണും, പക്ഷെ എന്നാലും നിങ്ങളുടെ പാരന്റ്സിന് എന്ത് തോന്നും? ചിരിയായിരിക്കും തോന്നുന്നത് നിങ്ങളുടെ ഓട്ടം കാണുമ്പോ. അതുപോലെ തന്നെ ഇവിടെയും പോളി ആന്റി ചിരിച്ചു. ഹീസ് എ ബാഡ് ബോയ്, ഷീ സെഡ് ടു ഹെർസെൽഫ്. ഉടനെ തന്നെ പറയുക, ഇത് അവൻ ഒരു ചീത്ത കുട്ടിയാ. ഷീ സെഡ് ടു ഹെർസെൽഫ്, അത് ആന്റിയോട് തന്നെ മനസ്സിലോ അല്ലെങ്കിൽ ഇങ്ങനെ പതുക്കെ പറയുക, ഹീസ് എ ബാഡ് ബോയ് ബട്ട് ഐ ലവ് ഹിം. ബട്ട് എന്നാലും എനിക്ക് അവനെ നല്ല ഇഷ്ടമാണ്. ഐ ലവ് ഹിം, ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഹി ഈസ് മൈ പുവർ ഡെഡ് സിസ്റ്റേഴ്സ് ബോയ് ആൻഡ് ഐ മസ്റ്റ് ലുക്ക് ആഫ്റ്റർ ഹിം. ഹി ഈസ് മൈ പുവർ ഡെഡ് സിസ്റ്റേഴ്സ് ബോയ്, അതായത് അവളുടെ ചേച്ചിയുടെ അനിയത്തിയുടെ, അതായത് സിസ്റ്റർ, സഹോദരിയുടെ മകനാണ്. ആ സിസ്റ്റർ മരിച്ചുപോയ സഹോദരിയുടെ മകനാണ്. ആൻഡ് ഐ മസ്റ്റ് ലുക്ക് ആഫ്റ്റർ ഹിം. എന്നാലും ഇതിപ്പോ അവരുടെ സിസ്റ്റർ മരിച്ചുപോയി, അതുകൊണ്ട് യവനെ ഞാനാണ് നോക്കേണ്ടത്. ലുക്ക് ആഫ്റ്റർ ഹിം, അതായത് അവനെ നോക്കുക, അവനെ വളർത്തുക. ഐ ഡോണ്ട് ലൈക്ക് ടു ഹിറ്റ് ഹിം though I have to at times. I don't like to hit him. എനിക്ക് അവനെ അടിക്കണമെന്ന് ഒരു താല്പര്യമില്ല. എനിക്ക് അവനെ അടിക്കുന്നതിൽ ഒട്ടും ഇഷ്ടമല്ല. though എന്നിരുന്നാലും I have to at times, ചില സമയങ്ങളിൽ എനിക്കത് ചെയ്യേണ്ടി വരുന്നുണ്ട്. If I don't punish him, he will grow up lazy and wicked.
അതായത് ഇഫ് ഐ ഡോണ്ട് പണിഷ് ഹിം, ഞാൻ അവനെ ശിക്ഷിച്ചില്ലെങ്കിൽ ഹി വിൽ ഗ്രോ അപ്പ് ലേസി ആൻഡ് വിക്കറ്റ്. ഹി വിൽ ഗ്രോ അപ്പ് ലേസി, അത് അവനൊരു മടിയനും വിക്കറ്റ്, അതായത് ഒരു തെറ്റിന് അടിമപ്പെടുന്ന ഒരു പയ്യനുമായിട്ട് മാറും. അവൻ തെറ്റിലൂടെ ജീവിക്കും. സോ യെസ് ഐ മസ്റ്റ് ബി സ്ട്രിക്റ്റ്. അതുകൊണ്ട് ഞാന് എന്തായിരിക്കണം? സ്ട്രിക്റ്റ് ആയിരിക്കണം. ആൻഡ് പോളി സൈഡ്. അപ്പോ ആൻഡ് പോളി ഇങ്ങനെ പറയുക, I will have to punish him for stealing the jam. But how? I will have to. അതായത് എനിക്ക് അവനെ പണിഷ് ചെയ്യണം. എന്തിലേക്ക് വേണ്ടിയിട്ടാ? ഫോർ സ്റ്റീലിംഗ് ദ ജാം. ബട്ട് ഹൗ? പക്ഷെ എങ്ങനെ? I know tomorrow is Saturday and there is no school on Saturdays. എനിക്കറിയാം നാളെ ശനിയാഴ്ചയാണ് ആൻഡ് ദർ ഇസ് നോ സ്കൂൾ ഓൺ സാറ്റർഡേസ്. അങ്ങനെ സാറ്റർഡേ സ്കൂൾ ഇല്ല, ക്ലാസ് ഇല്ല. The boys have a holiday. അവന് അല്ലെങ്കിൽ അവർക്കെല്ലാം അവധിയാണ്. ബട്ട് ഐ വിൽ മേക്ക് ടോം വർക്ക്, ദാറ്റ് വിൽ പണിഷ് ഹിം. അതായത് അതുകൊണ്ട് എന്നാലും, അതായത് ബട്ട് ഐ വിൽ മേക്ക് ടോം വർക്ക്, അതായത് ഞാൻ അവനെ വിട്ട് നാളെ വീട്ടിലെ പണിയെടുപ്പിക്കും. ദാറ്റ് വിൽ പണിഷ് ഹിം, അതായത് അതായിരിക്കും അവനുള്ള ശിക്ഷ. ഇത്രയും മനസ്സിലായോ? അല്ല, നിങ്ങൾ എല്ലാരും മിണ്ടാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തോ. The next day, Saturday, was a holiday for the school. അപ്പോ അടുത്ത ദിവസം സാറ്റർഡേ, അത് അന്നൊരു അവധി ദിവസമായിരുന്നു. All the boys in the village were free. അപ്പൊ എല്ലാ ദിവസവും ബാക്കി എല്ലാ ദിവസവും സ്കൂളിൽ പോണം, ശനിയാഴ്ച അവധിയാണ്. അപ്പോ അന്ന് വില്ലേജിലുള്ള എല്ലാ ബോയ്സ്, എല്ലാ കുട്ടികളും ഫ്രീ ആണ്. അവർക്ക് വേറെ പണിയൊന്നുമില്ല, ഫ്രീ ആയിട്ടിരിക്കും. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. അന്നൊരു വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു. The sun was shining and the birds were singing. ആ സൺ, നമ്മുടെ സൂര്യൻ ജ്വലിച്ചു നിൽക്കുക, അത് മാത്രമല്ല ഷൈനിങ്, നല്ല തിളങ്ങുകയാ. ആൻഡ് ബേർഡ്സ് വെയർ സിംഗിങ്, ബേർഡ്സ് നല്ല പാട്ട് പാടുകയാണ്. The trees and flowers looked fresh and lovely. Trees and the flowers, ചെടികളും മരങ്ങളും പൂക്കളും എല്ലാം looked fresh and lovely, നല്ല ഫ്രഷ് ആയിട്ടും നല്ല രീതിയിലും അതിനെ കാണപ്പെട്ടു, നല്ല ഫ്രഷ് ആയിട്ട് കാണപ്പെട്ടു. Tom, of course, wanted to go swimming. All other boys were going swimming. അപ്പോൾ ഇന്ന് അവധിയാണ്, അത് സാറ്റർഡേ അവധിയാണ്. അപ്പോ ടോമിനും സ്വിമ്മിങ്ങിന് പോണം, നീന്താൻ പോണം. സ്വിമ്മിങ് മീൻസ് നീന്താൻ പോണം. ഓൾ അതർ ബോയ്സ് വെയർ ഗോയിങ് സ്വിമ്മിങ്. അപ്പോൾ എല്ലാ ആൺകുട്ടികളും, അവിടുത്തെ കുട്ടികളും ഇത് ശനിയാഴ്ച ദിവസം നീന്താനാണ് പോവുക. നെക്സ്റ്റ് പാരഗ്രാഫ്. ടോം കെയിം സാഡ്ലി ഔട്ട് ഓഫ് ദ ഹൗസ്. പക്ഷെ ടോം വീട്ടിന് പുറത്തേക്ക് ഭയങ്കര വിഷമത്തിലാണ് വന്നത്. He held a long brush in one hand. അവന്റെ കയ്യില് ഒരു ലോങ് ബ്രഷ്, അതായത് നല്ല നീളമുള്ള ഒരു ബ്രഷ് ഉണ്ടായിരുന്നു. In the other he carried a bucket full of white wash. അതായത് അവന്റെ കയ്യില് ഒരു ലോങ് ബ്രഷ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അവന്റെ കയ്യിലുള്ള ഒരു കയ്യില് ബ്രഷും ഒരു കയ്യില് ബക്കറ്റും ഉണ്ടായിരുന്നു. ആ ബക്കറ്റ് എന്തായിരുന്നു? വൈറ്റ് വാഷ്, അതായത് വെള്ളയടിക്കാനുള്ള ആ ഒരു വൈറ്റ് കളർ പെയിന്റും കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഹിസ് aunt asked him to whitewash the fence. അതായത് അവന്റെ ആൻറ്റി, പോളി ആൻറ്റി കഴിഞ്ഞ ദിവസമേ പറഞ്ഞിരുന്നു അവന് ശനിയാഴ്ച അവനോട്ട് വർക്ക് ചെയ്യിപ്പിക്കും, അവന് ഫ്രീ കൊടുക്കത്തില്ല എന്ന്. അപ്പോ അവനോട് പറഞ്ഞു വൈറ്റ് വാഷ് ദ ഫെൻസ്, അതായത് ആ വേലി, വീട്ടിന് മുന്നിലുള്ള ആ ഒരു വേലി അവനോട് പെയിന്റ് അടിക്കാൻ, അതായത് വൈറ്റ് വാഷ് ചെയ്യാൻ, വെള്ള അടിക്കാനായിട്ട് പറഞ്ഞു. ടോം ലുക്ക്ഡ് സാഡ്ലി അറ്റ് ദ ഫെൻസ്. അവനപ്പോ എന്ത് ചെയ്തു? അവൻ ഭയങ്കര വിഷമത്തില് അവനവിടെ ആ ഫെൻസിന്റെ മുന്നിൽ നിന്നു. ഹൗ ഹൈ ഇറ്റ് ഈസ്, ഹൗ ലോങ് ഇറ്റ് ഈസ്, ഹി തോട്ട്. ഇത് എത്ര പൊക്കമുള്ളതാണ്. ഹൗ ഹൈ ഇറ്റ് ഈസ്, എത്ര പൊക്കമുണ്ട്. ഹൗ ലോങ് ഇറ്റ് ഈസ്, എത്ര നീളമുണ്ട്, എത്ര ദൂരം ചെയ്യാനുണ്ട്. ഹി തോട്ട്
Indeed, the height of the fence was 9 feet and its length was 30 yards. അപ്പോ 9 അടി പൊക്കവും and the 30 yards length. അപ്പോൾ 30 yards ലെങ്തും ഉണ്ടായിരുന്ന ഫെൻസ് ആയിരുന്നു അത്. ടോം put his brush into the whitewash. അപ്പൊ ടോം എന്ത് ചെയ്തു? put his brush into the whitewash. ടോം ആ വൈറ്റ് വാഷിലേക്ക് ആ ബ്രഷ് മുക്കി. he drew it slowly across the fence. അപ്പൊ എന്നിട്ട് അവൻ പതുക്കെ എടുത്ത് അവൻ മനസ്സോടെ എന്ത് ചെയ്തു? അവനത് ആ ഫെൻസില് ഡ്രൂ, അതായത് അതിലിട്ട് ഉരയ്ക്കാൻ, അതായത് പെയിന്റ് അടിക്കാനായിട്ട് തുടങ്ങി. ഇതെന്താ എല്ലാരും വീഡിയോ ഓഫാക്കി വെച്ചിട്ട് പോയോ? അഫ്സലും അനക്കയും പോയിട്ട് ബാക്കിയുള്ളവരെല്ലാരും വീഡിയോ ഓഫാണോ? അദ്വൈത് വീഡിയോ ഓൺ ചെയ്തു. ബാക്കി ഓക്കെ 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 ഫൈൻ. അപ്പോ he drew it slowly across the fence. അപ്പോ ഫെൻസില് അവൻ പതുക്കെ പെയിന്റ് അടിക്കാനായിട്ട് തുടങ്ങി. it made a very small white mark. അവൻ കുഞ്ഞു കുട്ടിയാണ്, അവന് പതുക്കെ ചെയ്യാൻ പറ്റും. എന്തു പറ്റി? നെറ്റ് പോയായിരുന്നോ? സാർ ഇടയ്ക്ക് നെറ്റ് പോയി, ഒന്നും മനസ്സിലായില്ല. ഓക്കെ, ഏതോ രണ്ടായിരുന്നു? സ്വിമ്മിങ് പറഞ്ഞതുണ്ടായിരുന്നു. സ്വിമ്മിങ് പറഞ്ഞവരുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത പാരഗ്രാഫ് തുടങ്ങി. ഞാൻ ഒന്നുകൂടെ പറയാം. ടോം കെയിം സാഡ്ലി ഔട്ട് ഓഫ് ദ ഹൗസ്. അപ്പൊ ടോം പുറത്തേക്ക് വന്നത് ഭയങ്കര വിഷമത്തിലായിരുന്നു. ഹി ഹെൽഡ് എ ലോങ് ബ്രഷ് ഇൻ വൺ ഹാൻഡ്. അവന്റെ ഒരു കയ്യില് അവൻ ബ്രഷ് പിടിച്ചിരുന്നു. ഇൻ ദ അതർ ഹി ക്യാരിഡ് എ ബക്കറ്റ് ഫുൾ ഓഫ് വൈറ്റ് വാഷ്. അപ്പൊ അവന്റെ ഒരു കയ്യിൽ വൈറ്റ് വാഷും ഒരു കയ്യിൽ, അതായത് പെയിന്റ് അടിക്കാനുള്ള വൈറ്റ് വാഷും ഒരു കയ്യില് ഇത് നമ്മുടെ ബ്രഷും ഉണ്ടായിരുന്നു. ഹിസ് aunt asked him to whitewash the fence. അതായത് ആ ഫെൻസ്, ആ വേലി മുഴുവനും വെള്ള പെയിന്റ് അടിക്കാനായിട്ട് അവനോട് പറഞ്ഞു. ടോം ലുക്ക്ഡ് സാഡ്ലി അറ്റ് ദ ഫെൻസ്. അപ്പോ അവൻ അതിന്റെ മുന്നിൽ അവൻ ഭയങ്കര വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ഹൗ ഹൈ ഇറ്റ് ഈസ്, ഹൗ ലോങ് ഇറ്റ് ഈസ്, ഹി തോട്ട്. അതായത് എത്ര പൊക്കമുണ്ട്, എത്ര നീളമുണ്ട്. അപ്പോ ഇത് കൊച്ചുകുട്ടിയല്ലേ അവൻ, അപ്പൊ അവന് എത്രമാത്രം ഇത് അടിക്കാൻ പറ്റും? അപ്പൊ indeed the height of the fence was 9 feet and its length was 30 yards. അപ്പൊ ഇതിന് 30 yards നീളവും, yards എന്ന് പറയുന്ന ഒരളവാണ്. അപ്പൊ 30 yards നീളവും 9 feet height, 9 feet ഹൈറ്റും ഉണ്ടായിരുന്നു. He drew it slowly across the fence. അപ്പോൾ അവനത് പതുക്കെ പെയിന്റ് അടിക്കാനായിട്ട് തുടങ്ങി. ഇറ്റ് മെയ്ഡ് എ വെരി സ്മോൾ വൈറ്റ് മാർക്ക്. അപ്പോൾ അവൻ ഇങ്ങനെ അടിച്ചപ്പോൾ അവൻ അതൊരു കുഞ്ഞു വൈറ്റ് മാർക്ക്, ഒരു കുഞ്ഞു വരയാണ് അവിടെ വീഴ്ത്താൻ സാധിച്ചത്. ടോം ട്രൈഡ് അഗെയിൻ. അവൻ വീണ്ടും ശ്രമിച്ചു. അനദർ വെരി സ്മോൾ വൈറ്റ് മാർക്ക്, അതായത് അപ്പോൾ ഒരു കുഞ്ഞു വര വീണ്ടും വന്നു. ടോം സാറ്റ് ഡൗൺ ആൻഡ് സൈഡ് ഹെവിലി. അവൻ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നെടുവേർപ്പിടുകയാണ്. അവൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. He took out all the things that he had in his pocket. അപ്പോ അവൻ എന്ത് ചെയ്തു? അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അവനെടുത്ത് പുറത്തിട്ടു. He had some marbles, some pieces of string and two or three broken toys. 2 or 3 broken toys. അതായത് അവന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? കുറച്ച് മാർബിൾ, അപ്പോ കുറച്ച് കല്ലുകള്, some pieces of string, സ്ട്രിങ്ങിന്റെ കുറച്ച് പീസ്, 2 or 3 broken toys, കുറച്ച് പൊട്ടിയ ടോയ്സും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. No one will whitewash the fence for this, he thought. നോ വണ്ണില്ല. അപ്പൊ ആരും ഇതില് ഈ ഒരു പൈസ, അതായത് അവൻ എന്തിനു വേണ്ടിയിട്ട് അവൻ പോക്കറ്റിൽ നിന്ന് ഇതെല്ലാം എടുത്തിട്ടത്? ഇതൊക്കെ കൊടുത്താലെങ്കിലും ആരെങ്കിലും എനിക്ക് ഈ ഫെൻസ് ഒന്ന് വൈറ്റ് വാഷ് ചെയ്തു തരോ, അല്ല എങ്കിൽ ഇത് പോളി ആന്റി ചിലപ്പോ അടിക്കുമായിരിക്കും, വഴക്ക് പറയുമായിരിക്കും. അതുകൊണ്ട് അത് പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു ഫെൻസ് വൈറ്റ് വാഷ് ചെയ്യാനായിട്ടാണ് അവന്റെ പോക്കറ്റിലുള്ള എല്ലാം അവനെടുത്ത് പുറത്തിട്ടത്. പക്ഷെ അവന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? എന്താ അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത്?
Marbles. Marble, pieces broken toys. pieces of string, and 2 or 3 broken toys. No one will whitewash the fence for these, he thought. അവനപ്പോ മനസ്സുകൊണ്ട് വിചാരിക്കുക, ആരും ഇത്രയും കൊടുത്തു കഴിഞ്ഞാല് ഈ ഫെൻസ് വൈറ്റ് വാഷ് ചെയ്ത് തരത്തില്ല. No, I must think of a better plan, he thought and thought. Soon he had an idea. അപ്പോ അവൻ ഇങ്ങനെ ആലോചിക്കുക, എന്തായാലും ഇത്രയും പൈസക്ക് ആരും അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ കൊടുത്താൽ ആരും എനിക്ക് വൈറ്റ് വാഷ് ചെയ്ത് തരത്തില്ല. നോ, ഐ മസ്റ്റ് തിങ്ക് എ ബെറ്റർ പ്ലാൻ. അപ്പോ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാന് ഞാൻ ആലോചിക്കണം. ഹി തോട്ട് ആൻഡ് തോട്ട്. അവൻ ഇങ്ങനെ ആലോചിക്കുക, നല്ല രീതിയിൽ തല പുകഞ്ഞ് ആലോചിക്കുക. ഇപ്പോ നിങ്ങള് വീട്ടിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചതിന് ശേഷം പാരന്റ്സ് അടിക്കാനൊക്കെ ഓട്ടിക്കുമ്പോ ഇങ്ങനെ ആലോചിക്കത്തില്ലേ, എന്ത് ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടണം, ആരടുത്ത് പോയി കഴിഞ്ഞാല് ഇത് രക്ഷപ്പെടാം. അപ്പൊ വീട്ടില് അപ്പൂപ്പനോ അമ്മമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരടുത്ത് പോയി പറയാം, അവർ രക്ഷിക്കും. ഇങ്ങനെയൊക്കെ ആലോചിക്കത്തില്ലേ? അത് തന്നെയാണ്. അതുപോലെ അവനിവിടെ ആലോചിക്കുക, അവനിവിടെ ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. Soon he had an idea. അവന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. He picked up his brush again and began working hard. അവൻ പെട്ടെന്ന് അവന്റെ ബ്രഷ് എടുത്തു. അവന്റെ ബ്രഷ് അവൻ കയ്യിലെടുത്തു. എന്നിട്ട് began working hard. അവന് നല്ല രീതിയിൽ അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. Ben Rogers was coming down the street. Ben Rogers അതുവഴി വരുന്നുണ്ടായിരുന്നു. Tom pretended not to see him. അതായത് അവൻ അപ്പോൾ മാക്സിമം നോക്കിയത് അയാളെ കാണാതെ, അല്ലെങ്കിൽ അയാളെ കാണാതെ നിൽക്കുക എന്നുള്ള കാര്യമാണ്. He worked harder than ever. അവൻ വീണ്ടും അവൻ നല്ല രീതിയിൽ പണിയെടുക്കാൻ തുടങ്ങി. Ben was eating an apple. അപ്പോൾ ബെൻ എന്ത് ചെയ്യായിരുന്നു? ഒരു ആപ്പിള് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. He looked very happy. അയാള് അല്ലെങ്കിൽ ആ പയ്യൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. He was pretending that he was a big ship and was rolling like. അപ്പൊ അയാള് എന്താ പറയുന്ന ഒരു കപ്പലിനെ പോലെ Pretended means അവര് ആ ഒരു ഒരു നിർബന്ധ ബുദ്ധി അല്ല എങ്കിൽ ഇത് ചെയ്യരുത് എന്ന് ആ ഒരു ഇത് പറയത്തില്ലേ, അപ്പൊ അതിനാണ് pretended not to see him. അപ്പൊ അവന്റെ ആ ഒരു ഇന്റൻഷൻ, അപ്പൊ അതിന് ഇന്റൻഷൻ എന്ന് പറയാം. അപ്പൊ അവന്റെ ആ ഒരു തോട്ട് എത്രയെന്ന് പറയുന്നത്, അയാളെ കാണരുത്, അയാളത് ഒന്നും മിണ്ടരുത് എന്നൊക്കെ ആയിരുന്നു. കോട്ടെ, അത് മനസ്സിലായോ? അതായത് അവനിങ്ങനെ അസ്യൂം ചെയ്യുക, അവനിങ്ങനെ ചിന്തിക്കുക. Okay, Ben was eating an apple. He looked very happy. He was pretending that he was a big ship and was rolling like one. അവനിപ്പോ ഇങ്ങനെ ഇത് ഒരു വലിയ ഷിപ്പ്, അത് മാത്രമല്ല it was rolling like one. അപ്പൊ ഒരു വലിയ ഷിപ്പിനെ എടുത്ത് വെച്ച് ഉരുട്ടുന്നത് പോലെ അവന് തോന്നി. He gave orders in a loud voice and the ship obeyed them. അപ്പോ അവൻ എന്ത് ചെയ്യുന്നറിയാവോ? He gave orders in loud voice. അപ്പോ അവനിങ്ങനെ ഉറച്ചിങ്ങനെ പറയാ, ആ ഷിപ്പിന് അവൻ ആ ഷിപ്പായിട്ട് കൺസിഡർ ചെയ്യുക, എന്നിട്ട് ഷിപ്പിന് ഓർഡർ കൊടുക്കുക. and the ship obeyed them. അപ്പൊ ഷിപ്പ്, ആ ഒരു കപ്പൽ അവനെ അനുസരിച്ചു. He came to Tom. He rubbed his eyes. Why, Tom? He cried in great surprise. You are working. അപ്പോ ഇത് കണ്ടപ്പോ നമ്മുടെ പെൻ അവന്റെ അടുത്തേക്ക് വന്നു. He rubbed his eyes. അപ്പൊ അവന്റെ കണ്ണൊക്കെ തിരുമ്മി. Why, Tom? എന്താ ടോം? He cried in great surprise. You are working. അപ്പൊ അവനോട് ചോദിക്കുക, നീ എന്താ വർക്ക് ചെയ്യാണോ ടോം എന്ന് അവനോട് ചോദിക്കുക. Tom said nothing. He went on with his whitewashing. He seemed very much interested in his work. അപ്പോ ടോം പറഞ്ഞു nothing, ഇല്ല, വർക്കിംഗ് അല്ല. വർക്ക് ചെയ്യാണെന്ന് ചോദിച്ചപ്പോ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ he went on with his whitewashing. അവൻ എന്നിട്ടും ആ വൈറ്റ് വാഷ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അവൻ അവിടെ പെയിന്റ് അടിക്കാൻ തുടങ്ങി.
he seemed very much interested in his work. അവന് ആ വർക്കിൽ അവന് ഭയങ്കര സന്തോഷമുള്ളതായിട്ട് അവൻ നിന്നു. ടോം, യു ആർ വർക്കിംഗ്, ബെൻ റിപ്പീറ്റഡ്. അപ്പൊ അവനോട് ചോദിക്കുക, ടോം നീ ഇപ്പോൾ വർക്ക് ചെയ്യാണോ എന്ന് അവൻ വീണ്ടും ചോദിക്കുക. ഓ ഇറ്റ്സ് യു ബെൻ, ഐ ഡിഡ്ന്റ് നോട്ടീസ് യു. അപ്പൊ ഉടനെ തന്നെ ഇങ്ങനെ അവൻ പറയാ, അടുത്ത പേജ് എടുത്തോ. ഓ ഇറ്റ്സ് യു ബെൻ, ഓ നീ ബെൻ ആണോ? ബെൻ, ഞാൻ നിന്നെ കണ്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ പറയത്തില്ല, ഇങ്ങനെ പറയത്തില്ല, അയ്യോ നീ വന്നോ, ഞാൻ നിന്നെ കണ്ടില്ലായിരുന്നല്ലോ എന്ന് പറയത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ചോദിക്കുക, ഐ ഡിഡ്ന്റ് നോട്ടീസ് യു, ഞാൻ നിന്നെ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഐ ആം ജസ്റ്റ് ഗോയിങ് ഫോർ എ സ്വിം, ഞാന് ഒന്ന് നീന്താനായിട്ട് പോവുകയാണ്. യു ഡോണ്ട് വാണ്ട് ടു കം, ഡു യു? യു ലൈക്ക് വർക്കിംഗ്, ഡോണ്ട് യു? അതായത് യു ഡോണ്ട് വാണ്ട് ടു കം, നിനക്ക് ഞാന് സ്വിം ചെയ്യാൻ പോവുകയാ, നീന്താൻ പോവുകയാ, പക്ഷെ നിനക്ക് വരണ്ടേ? നീ എന്താ, നീ ഇപ്പൊ വർക്ക് ചെയ്യാണോ? അപ്പൊ നീ എന്താ സ്വിമ്മിങ്ങിന് വരുന്നില്ലേ എന്ന് ചോദിക്കുക. This is not work, Tom said quietly and went on painting. Not work, Ben exclaimed. അതായത് this isn't work. അപ്പൊ ഇത് വർക്ക് അല്ല, ടോം പറയുക, ഇത് വർക്ക് അല്ല. Tom said quietly and went on painting. അപ്പോ അവനിങ്ങനെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം, അതായത് ഇത് വർക്കല്ല, അവനിങ്ങനെ സന്തോഷത്തോടെ ചെയ്യുകയാണ് എന്നിങ്ങനെ അവൻ അഭിനയിച്ച് കാണിക്കുകയാണ്. എന്നിട്ട് അവൻ വീണ്ടും പെയിന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. നോട്ട് വർക്ക്, ബെൻ എക്സ്ക്ലെയിംഡ്. എക്സ്ക്ലെയിംഡ് എന്ന് പറയുന്നത് അവനിങ്ങനെ അതിശയത്തോടെ ഇങ്ങനെ നോക്കുക, അതിശയത്തോടെ ചോദിക്കുക, നോട്ട് വർക്ക്, അപ്പൊ ഇത് വർക്ക് അല്ലേ? ഇവൻ എന്താ ചെയ്യുന്നത്? ഇത് വർക്ക് അല്ലേ? ഓ നോ, ഐ ലൈക്ക് ഇറ്റ്, വൈറ്റ് വാഷിംഗ് ഈസ് ഫൺ. യു ഹാവ് നെവർ വൈറ്റ് വാഷ്ഡ് എ ഫെൻസ്, ഹാവ് യു? അപ്പോ അവൻ പറയാ, ഓ നോ ഐ ലൈക്ക് ഇറ്റ്, ഇത് വൈറ്റ് വാഷിംഗ് എന്ന് പറയുന്ന വർക്കല്ല, എനിക്കിത് ഐ ലൈക്ക് ഇറ്റ്, എനിക്കിത് ഇഷ്ടമാണ്. വൈറ്റ് വാഷിംഗ് ഈസ് ഫൺ, വൈറ്റ് വാഷ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഫൺ ആയിട്ടുള്ള കാര്യം ആണ്. യു ഹാവ് നെവർ വൈറ്റ് വാഷ്ഡ് എ ഫെൻസ്, ഹാവ് യു? നീ എപ്പോഴെങ്കിലും, നീ ഒരിക്കലെങ്കിലും വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ടോ, ഫെൻസ് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ടോം ഇവിടെ എന്ത് ചെയ്യാ, ടോം ഇവിടെ ഇങ്ങനെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ അഭിനയിക്കുക. ഇത് ഋഷികേഷ് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കണേ, കാര്യം അവിടെ നിന്നോ സൗണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട്. ഓക്കെ, വെൽ നോ ഐ ഹാവൻറ്റ്. അപ്പോ അവിടെ നമ്മുടെ ബെൻ പറയുക, വെൽ ഞാന് ചെയ്തിട്ടില്ല. നോ ഐ ഹാവൻറ്റ്, ഞാന് ചെയ്തിട്ടില്ല. ഫോർ എ വൈൽ ബെൻ stood there watching Tom. Okay, for a while, കുറച്ച് സമയത്തേക്ക് ബെൻ stood there watching Tom. അവന് ടോമിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നു. Tom paid no attention to him. അപ്പൊ ടോം അവനില് ഒരു അറ്റൻഷനും കൊടുത്തില്ല. അതായത് അവൻ അവിടെ നിൽക്കുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കാത്തതുപോലെ അവൻ എന്ത് ചെയ്തു, ഇങ്ങനെ നിന്നു. അവിടെ തന്നെ ടോം ബെൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടും കാണാത്തതുപോലെ അവൻ ഇങ്ങനെ നിന്നു. all his attention was given to his work. അപ്പോ അവൻ എന്ന് പറയുന്ന ഇപ്പോ ടോം എന്ത് ചെയ്യായിരുന്നു, അവൻ ഇങ്ങനെ ശ്രമിക്കുക, അതായത് അവൻ നല്ല വർക്ക് ചെയ്യുകയാണ്, അവൻ ഹാർഡ് വർക്ക് ചെയ്യാണ്, ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ജോലിയാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ ആ വർക്കില് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിൽ അവൻ നിന്നു. ഇത്രയും മനസ്സിലായോ? At last Ben said, let me whitewash a little. അപ്പോ അവസാനം ഇത് കണ്ടിട്ട് അവൻ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കണ്ടിട്ട്, അടുത്ത പേജാണ് ഇത്, ഇൻട്രസ്റ്റ് ആയി നിൽക്കുന്നത് കണ്ടിട്ട് ചോദിക്കുകയാണ്, ലെറ്റ് മീ വൈറ്റ് വാഷ് എ ലിറ്റിൽ, ഞാൻ കുറച്ച് വൈറ്റ് വാഷ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ജോലി ഇതിൻ്റെ കൂടെ ചെയ്തോട്ടെ. ഓ നോ ബെൻ, ഐ ആം ഗോയിങ് ടു മേക്ക് ദിസ് ഫെൻസ് ലുക്ക് ഫൈൻ. ഐ ഹാവ് പ്രോമിസ്ഡ് ഓൺ പോൾ, ബിസൈഡ്സ് ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. അതായത് ഓ നോ ബെൻ, അപ്പൊ അവൻ ചോദിക്കുകയാണ്, ഞാൻ കുറച്ച് വർക്ക് ഇതിൻ്റെ കൂടെ ചെയ്തോട്ടെ. അപ്പൊ പറയാണ്, ഓ നോ ബെൻ, വേണ്ട ബെൻ, ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ഫെൻസ് ലുക്ക് ഫൈൻ. അതായത് ഇതിനെ നല്ല രീതിയിൽ ആക്കാനായിട്ട്, ഈ ഫെൻസിനെ കാണാനായിട്ട് നല്ല സൂപ്പർ ആക്കി എടുക്കാനായിട്ട് പോവുകയാ.
ഞാന് ആന്റിയോട് ഇത് പ്രോമിസ് ചെയ്തതാ, ഞാനിത് നല്ല രീതിയിൽ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല രീതിയിൽ എടുത്തോളാം. ബിസൈഡ്സ് ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. അത് മാത്രമല്ല, ഇത് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല ഇൻട്രസ്റ്റ് ഉള്ള ജോലി ആണ്. ലെറ്റ് മീ ഡു ജസ്റ്റ് എ ലിറ്റിൽ ബെഗ്ഡ് ബെൻ. അപ്പോ ബെൻ എന്ത് ചെയ്തു, അവനോട് ഇങ്ങനെ കെഞ്ചി ചോദിക്കുക, ലെറ്റ് മീ ഡു എ ലിറ്റിൽ, എനിക്ക് കുറച്ചെങ്കിലും ചെയ്യാൻ തരൂ. നോ ഐ എം സോറി ബെൻ ബട്ട് ഐ കാൺട്ട്. ഇല്ല സോറി ബെൻ, എനിക്കത് നിനക്ക് തരാൻ പറ്റത്തില്ല. ആൻഡ് സെഡ് ദാറ്റ് ഐ മസ്റ്റ് ഡു ഇറ്റ് മൈസെൽഫ്. അപ്പോ ആന്റി പറഞ്ഞിട്ടുണ്ട് ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യണമെന്ന്. ഇഫ് യു ഡു ഇറ്റ് യു വിൽ മേക്ക് എ മിസ്റ്റേക്ക്, യു വിൽ സ്പോയിൽ എവറിത്തിങ്, ഇറ്റ്സ് ലുക്കിംഗ് സോ നൈസ് നൗ. അപ്പൊ അവൻ ഇങ്ങനെ പറയുക, ഇപ്പൊ ഞാന് നിനക്ക് തരികയാണെങ്കിൽ നീ ഇത് നിനക്ക് പെയിന്റ് അടിക്കാനൊന്നും അറിയത്തില്ല, അപ്പൊ അതുകൊണ്ട് നീ ഇതിൽ മിസ്റ്റേക്ക് ആക്കും, അതായത് ഇതിനെ ചീത്തയാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യും. യു വിൽ സ്പോയിൽ എവറിത്തിങ്, ഇതിനെല്ലാം നീ ചീത്തയാക്കും. ഇപ്പൊ ഇത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്, ലുക്കിംഗ് നൈസ്, നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്, അതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഐ ഷാൾട്ട് മേക്ക് എ മിസ്റ്റേക്ക്, അതായത് ഐ ഷാൾ നോട്ട്, അല്ല ഐ ഷാൾ നോട്ട്, അതായത് ഞാന് ഒരു മിസ്റ്റേക്കും അവിടെ ഉണ്ടാക്കത്തില്ല. ഐ വിൽ ബി കെയർഫുൾ, ഞാൻ വളരെ ശ്രദ്ധയോടെ ചെയ്തോളാം. യു ക്യാൻ ഹാവ് മൈ ആപ്പിൾ ഇഫ് യു ലെറ്റ് മീ. അപ്പോ അവര് പറയുകയാണ്, അപ്പൊ നമ്മുടെ ബെൻ ആപ്പിൾ കഴിച്ചുകൊണ്ടായിരുന്നു വന്നത്. അപ്പോ ബെൻ പറയുകയാണ്, ഇപ്പൊ നീ എനിക്ക് ആ വർക്ക് ചെയ്യാൻ തന്നു കഴിഞ്ഞാല് എന്റെ ആപ്പിള് നിനക്ക് തരാം. സ്ലോലി ആൻഡ് അൺവില്ലിംഗ്ലി ടോം ഹാൻഡഡ് ദ ബ്രഷ് ടു ബെൻ. അപ്പോ ഇത് പതിയെ അവന് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുപോലെ അഭിനയിച്ചിട്ട് ടോം എന്ത് ചെയ്തു, ആ ബ്രഷ് അതൊക്കെ ബെന്നിന്റെ കയ്യിൽ കൊടുത്തു. ബെൻ വർക്ക്ഡ് ഹാർഡ്, ബെൻ നല്ല രീതിയിൽ അധ്വാനിച്ചു. It soon grew hot, but he went on working. അപ്പോ എന്ത് സംഭവിച്ചു, അപ്പോ പകലല്ലേ, അടുത്ത സൂര്യൻ നല്ല രീതിയിൽ ജ്വലിച്ചു വരുന്നുണ്ട്. അപ്പോ ഇത് പെട്ടെന്ന് ടോട്ടലി നല്ല ചൂടായി. ബട്ട് he went on working, അവൻ എന്നാലും നമ്മളെ ബെൻ വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ടോം sat there watching and eating Ben's apple. അപ്പൊ ടോം എന്ത് ചെയ്തു, ടോം ബുദ്ധിയുള്ളവനാ. അപ്പൊ ടോം ഇത് അതൊക്കെ അവനെ ഏൽപ്പിച്ചിട്ട് അവനവിടെ കൂളായിട്ടിരുന്ന് ബെന്നിന്റെ ആപ്പിളും കഴിച്ച് അവനവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോ ഇതും കണ്ടുകൊണ്ട് നമ്മുടെ ബെൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതും നോക്കിക്കൊണ്ട് കൂളായിട്ട് ഇരിക്കുക. ഇപ്പോ നിങ്ങൾക്ക് ചേച്ചിമാരോ എന്തെങ്കിലും ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിമാരെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളെ വിട്ട് വർക്ക് ചെയ്യിച്ചിട്ട്, അല്ലെ ചേച്ചിമാരോ ചേട്ടന്മാരോ നിങ്ങളെ വിട്ട് വർക്ക് ചെയ്യിച്ചിട്ട് അവിടെ മിണ്ടാതെ ഇരിക്കത്തില്ലേ? നിങ്ങളുടെ അടുത്ത് വർക്ക് ചെയ്യാൻ അതൊക്കെ നൈസായിട്ട് നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യും, അവരവിടെ മിണ്ടാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ടോം ബെന്നിനെ വിട്ട് വർക്ക് ചെയ്യിക്കുകയും ചെയ്തു, അവന്റെ ആപ്പിള് വാങ്ങിച്ച് ഇവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബട്ട് when Ben had done enough, other boys came along. അപ്പോ ബെൻ ഇങ്ങനെ കുറെ ചെയ്തപ്പോ other boys came along. അപ്പോ ഇത് ബാക്കിയുള്ള പയ്യന്മാരും വന്നു, അവിടെ എത്തി. At first they laughed at Tom as Ben had done, but soon they too were whitewashing the fence. അതായത് ആദ്യം അവര് ടോമിനെ കണ്ടിട്ട് ചിരിച്ചു, പക്ഷേ ആസ് ബെൻ ഹാഡ് ഡൺ, അപ്പോ പക്ഷെ ബെൻ എന്ത് ചെയ്തു, ബെൻ അത് ജോലി ചെയ്യുമായിരുന്നു. ബട്ട് സൂൺ ദേ ടു വെയർ വൈറ്റ് വാഷിംഗ് ദ ഫെൻസ്. അതായത് പക്ഷെ ഇവന്റെ ട്രിക്ക് കാരണം എന്ത് സംഭവിച്ചു, ബാക്കിയുള്ള പയ്യന്മാരും ഈ വർക്ക് പതുക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. അവരെല്ലാരും കൂടെ വർക്ക് ചെയ്തു, ബെൻ ഇങ്ങനെ കൂളായിട്ട് ഇരിക്കുകയായിരുന്നു. ഓഫ് കോഴ്സ് ദേ ഹാഡ് ടു പേ ടോം ബിഫോർ ഹി ലെറ്റ് ദം ഹെൽപ്പ് ഹിം. അതായത് അപ്പോ ഇവന്റെ വർക്കാണ് അവരെല്ലാരും ചെയ്യുന്നത്, എന്നാലും ഇവർക്കാണെങ്കിലോ ഈ ടോമിന് എന്തെങ്കിലും കൊടുക്കണമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഇത് ഇപ്പോ അവൻ പറഞ്ഞിട്ടുണ്ട് എന്താ, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ഫണ്ണായിട്ടുള്ള കാര്യമാണ്. അപ്പോ
അവർ അവനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ടോമിന് എന്തെങ്കിലും കൊടുക്കണമായിരുന്നു. ലൈക്ക് എന്താ, ടോമിന്റെ വർക്കാ, പക്ഷെ ബെന്ന് ആപ്പിൾ കൊടുത്തിട്ട് അവന്റെ വർക്ക് എടുത്ത് ചെയ്തില്ലേ, അതുപോലെ ഇത് ബാക്കിയുള്ളവർ വന്ന് അവൻ എന്തെങ്കിലും കൊടുക്കണമായിരുന്നു. They gave him their best things. അപ്പോ അവരെന്ത് ചെയ്തു, അവര് ഇത് അവർക്ക് ടോമിന് ഓരോരോ സാധനങ്ങള് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാ, ഇവിടെ എല്ലാം വൈറ്റ് വാഷ് ചെയ്യാനായിട്ട്. സാധാരണ തിരിച്ച് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്താലേ അവരെന്തെങ്കിലും ചെയ്യത്തുള്ളൂ. പക്ഷെ അവരെന്ന് ഇവൻ ഇങ്ങോട്ട് പൈസ വാങ്ങിക്കുകയും ചെയ്തു. പൈസ എന്നല്ല, എന്തെങ്കിലും സാധനം വാങ്ങിക്കുകയും ചെയ്തു, അവരെ വിട്ട് വർക്ക് ചെയ്യിക്കുകയും ചെയ്തു. 12 marbles, a tin soldier, a key, dog's collar, the handle of a knife and 4 pieces of an orange. അപ്പൊ ഇതേപോലുള്ള, അപ്പൊ 12 കല്ല്, ടിൻ സോൾജർ, അതായത് നമ്മുടെ ഈ കാലാൾപ്പടയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പ്രതിമ, പിന്നെ എക്കി ഒരു താക്കോൽ, ഡോഗ്സ് കോളർ. അപ്പോ ഇത് ഇതേപോലുള്ള ഓരോ സാധനങ്ങളായിട്ട് ഇത് പല സാധനങ്ങളും അവരുടെ കയ്യിൽ, അവർക്ക് കൊച്ചുകുട്ടികളല്ലേ, അവരുടെ കയ്യിൽ ചിലപ്പോൾ കളിപ്പാട്ടം, ഡോഗ്സ് കോളർ, ഹാൻഡിൽ ഓഫ് എ നൈഫ്, കത്തിയുടെ പിടി, അതുപോലെ തന്നെ എന്തെങ്കിലും കളിപ്പാട്ടങ്ങള്, പിന്നെ 4 pieces of an orange, ഓറഞ്ചിന്റെ 4 പീസ്, അതുപോലുള്ള സാധനങ്ങൾ എല്ലാം ഇവരെന്ത് ചെയ്തു, ഇത് യവന് കൊടുത്തു. ടോം ഹാഡ് ആൻ ഈസി ടൈം. ടോമിനാണെങ്കിലോ ഇതേ കണ്ടിട്ട് അവൻ കൂളായിട്ട്, അവന് സിമ്പിൾ, അവൻ വേറെ പണിയൊന്നും ചെയ്യണ്ട, അവന് കൂളായിട്ട് അവൻ ഇങ്ങനെ ഇരുന്നു. ഈസി ടൈം, അവന് നല്ല സൂപ്പറായിട്ട് വെറുതെ ഇരുന്നാൽ മതി, വർക്കൊന്നും ചെയ്യാതെ അവന് ഇരിക്കാൻ പറ്റി. He did not work, but soon the fence had 3 coats of whitewash on it. പക്ഷേ അവൻ വർക്ക് ചെയ്തില്ല, പക്ഷേ ആ ഫെൻസില് 3 coats of whitewash, അത് 3 പ്രാവശ്യം വൈറ്റ് വാഷ് ചെയ്തു. അതായത് അത്രയും നന്നായിട്ടിരിക്കാനായിട്ട് ഇത് നല്ല രീതിയിൽ വൈറ്റ് വാഷ് ചെയ്തു. അങ്ങനെ അവന്റെ പണി അത്രയും അവൻ മറ്റുള്ളവരായിട്ട് ചെയ്യിച്ചു. അപ്പോ കഥ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. അപ്പോ ഇത് മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന ആളാ, ഒരു എഴുത്തുകാരനാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ. ദിയോ ക്യാമറ ഓൺ ആയിക്കേ, വീഡിയോ ഓൺ ആയിക്കേ. ക്യാമറ ഓൺ ആണല്ലോ സർ. അല്ലടാ, ഇപ്പൊ ഓഫാ, അത് നിന്നെ നീ കണ്ടുകൂടാ. ഇപ്പൊ കാണുന്നു? ഇല്ല, കണ്ടുകൂടാ. അതായത് ഇല്ല, അവിടെ നിനക്കിപ്പോ ഒരു ഓപ്ഷൻ വന്നോ? സ്റ്റാർട്ട് മൈ വീഡിയോ കൊടുത്തു. പക്ഷെ എന്നാലും നിന്റെ വീഡിയോ ഓൺ ആയില്ല കേട്ടോ. നിന്റെ വീഡിയോ തുടക്കം തൊട്ടേ അങ്ങനെ തന്നെ വീഡിയോ ഓൺ ആവുന്നില്ല. ഇതിന്റെ ഇങ്ങനെ അൺമ്യൂട്ട് മാത്രമേ ആവുന്നുള്ളൂ. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യേ. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ കഥ. ദിയോയ്ക്ക് മനസ്സിലായോ? ഒരു പാഠം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോ ആഷ്നക്ക് ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ. അപ്പോ നമുക്കിനി ആക്ടിവിറ്റിയിലോട്ട് പോയാലോ? Okay, activity 1. Check how well you have read.
അപ്പോ ഇത് നിങ്ങൾ എത്രമാത്രം വായിച്ചു എന്നുള്ള കാര്യം പരിശോധിക്കുക. യു ഹാവ് റെഡ് ദ സ്റ്റോറി എ സാറ്റർഡേ മോർണിംഗ് ഹാവൻറ്റ് യു? അപ്പൊ നിങ്ങൾ ഈ ഒരു കഥ വായിച്ചു കഴിഞ്ഞല്ലോ, പഠിച്ചു കഴിഞ്ഞല്ലോ. ഹിയർ ആർ some pictures which represents a few events in the story. They are given in a jumbled order. അപ്പോൾ ഇതില് നമ്മുടെ കഥയിൽ പഠിച്ചതിലുള്ള കുറച്ച് സംഭവങ്ങൾ പിക്ചർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്പർ ദം ഇൻ ദ ഓർഡർ ആസ് ദേ ഹാപ്പൻ ഇൻ ദ സ്റ്റോറി. അപ്പോൾ സ്റ്റോറിയിൽ നമ്മൾ തുടക്കത്തിൽ നിന്ന് പറഞ്ഞതുപോലെ ഇത് അപ്പോൾ ആ ഒരു കഥയുടെ രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പിക്ചറിനും ഓരോ നമ്പർ കൊടുത്തിട്ട് ആദ്യം ഏത് പിക്ചറാണ്, രണ്ടാമത് ഏത് പിക്ചർ, ആ രീതിയിൽ കൊടുക്കണം. നൗ യു മേ റീടെൽ ദ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചറിന്റെ ബേസിൽ നിങ്ങൾക്ക് ഈ കഥ പറയാൻ പറ്റും. ദിയോയുടെ ബാക്ക് ക്യാമറ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇത് ഫ്രണ്ട് ക്യാമറ വർക്ക് ചെയ്യുന്നില്ലേ? ഫ്രണ്ട് ക്യാമറ ഷിഫ്റ്റ് ചെയ്ത് നോക്കി. ഇല്ലടാ. ഓക്കെ, ഇപ്പൊ കാണാം. ഇപ്പോഴാണ് നിന്നെ കാണാൻ പറ്റിയത്. ഓക്കെ, അപ്പോ ഈ ഒരു പിക്ചറെ കണ്ടല്ലോ. നല്ല ടെക്സ്റ്റ് എടുത്തോ. ഇതില് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല എങ്കിൽ ടെക്സ്റ്റ് എടുത്തോ. ടെക്സ്റ്റ് എടുത്തതിന് ശേഷം നോക്കുക. ഇതിൽ ഈ ഒരൊറ്റ ആക്ടിവിറ്റി നിങ്ങൾക്കുള്ളൂ. അപ്പോ ഇതിൽ നോക്കുക. ഇതിൽ ആദ്യം സംഭവിച്ച എന്താ, രണ്ടാമത് സംഭവിച്ച എന്താ, അങ്ങനെ 1 2 3 4 6 പിക്ചേഴ്സ് ഉണ്ട് ഇതിൽ. ഞാൻ ചോദിക്കാം. അപ്പൊ എന്താടാ വെയിറ്റ്. ഓക്കെ, ഞാന് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഞാൻ സമയം തരാം. 5 അല്ല, ഒരു 3 മിനിറ്റ് സമയം തരാം. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട്. ഓക്കെ കേട്ടോ. ദിയോ ഒന്ന് നോക്കി വെക്ക്. ഏത് പിക്ചറാണ് ആദ്യം വരുന്നത്, രണ്ടാമതേത്, മൂന്നാമതേത്, അങ്ങനെ 6 പിക്ചറും ജസ്റ്റ് നോക്കി വെക്കുക. ഒരു 3 മിനിറ്റ് സമയം നമുക്ക്. ഓക്കെ, അദ്വൈത് ഐശ്വര്യ കണ്ടുപിടിച്ചു. അദ്വൈത് ഓക്കെ, കണ്ടുപിടിച്ചതിന് ശേഷം പറയണേ, എന്നിട്ടേ നമ്മൾ തുടങ്ങത്തുള്ളൂ. ഓക്കെ, ദിയോ കണ്ടുപിടിച്ചോ? ഓക്കെ. ഹൃഷേഷ് അൺമ്യൂട്ട് ചെയ്തേ. ഋഷിയേഷിനെ കാണാനില്ലല്ലോ. കൃഷ്ണജിത്ത് കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. ഓക്കെ, അദ്വൈത് കണ്ടുപിടിച്ചു. കൃഷ്ണജിത്ത് അൺമ്യൂട്ട്. ഓക്കെ, ഇനി പറഞ്ഞു. കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. അല്ല, കൃഷ്ണജിത്ത് എന്ന് പറഞ്ഞപ്പോ ഒരു പെൺകുട്ടിയുടെ സൗണ്ട് ആണ്. കൃഷ്ണജിത്ത് എന്ന് തന്നെയാണോ പേര്? ഓക്കെ. ഋഷിയേഷ്, ആദിത്യ. ഓക്കെ, ആഷ്ന കണ്ടുപിടിച്ചല്ലോ. ഋഷിയേഷ് അൺമ്യൂട്ട് ചെയ്തേ. ഋഷികേഷ് അവിടെ ഇല്ലേ? ഓക്കെ, ഋഷികേഷ് എന്തായാലും അൺമ്യൂട്ട് ചെയ്യുന്നില്ല നമുക്ക്. അപ്പൊ എല്ലാരും കണ്ടുപിടിച്ച സ്ഥിതിക്ക് അപ്പോ ഋഷികേഷ് കണ്ടുപിടിച്ചു എന്ന് വിശ്വസിക്കാം. ഓക്കെ, അപ്പൊ ദിയോ ഫസ്റ്റ് വൺ ഏതാ? അൺമ്യൂട്ട്. ഫസ്റ്റിലത്തെ അതായത് ഓക്കെ, ഫസ്റ്റിന്റെ താഴത്തുള്ളത്. അപ്പൊ അതാണ് 1. അതായത് ഞാനിവിടെ എഴുതാൻ നോക്കാം. ഓക്കെ, മനസ്സിലായി. അപ്പോ ഓക്കെ, അതായത് അപ്പൊ ഇതാണ് 1. നിങ്ങൾക്ക് ഞാൻ 1 എഴുതിയ കാണാമോ?
കാണാം സാർ. അപ്പൊ അത് ഒന്ന്. അടുത്ത അഫ്സൽ രണ്ടേതാ? Sir. Second picture. ഇതാണോ സെക്കൻഡ് പിക്ചർ തന്നെയാണോ രണ്ടാമത്തത്? Yes, sir. ഓക്കെ, അപ്പൊ 2. അടുത്ത് 3 പറയേണ്ടത് അനക്ക. 3 ഏതാ? അവിടെ വേറെ ആരോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ലാസ്റ്റത്തതോ? ഓക്കെ, ഇത് 3. അടുത്ത് 4-മത്തത് ഐശ്വര്യ. അൺമ്യൂട്ട്. പറഞ്ഞോ. ഒന്നാമത്തത്. ഓക്കെ, 4. അടുത്ത് 5 അസിൻ. 4-ാമത്തെ പിക്ചർ സാർ. 4-മത്തത് 5. ഓക്കെ, ഇനി അടുത്ത് പറയേണ്ടത് അടുത്ത ഒന്നേ ഉള്ളൂ. ഏതാ അത് അദ്വൈത്? ഏറ്റവും ലാസ്റ്റ് 6-ാമത്തെ. 6-മത്തതോ? ഏത്? അല്ല, അപ്പോ ഇതിൽ ഏത് പിക്ചർ? 5-ാമത്തത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് മനസ്സിലായല്ലോ? എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത് ഓക്കെ. എവിടെ വരുന്നുണ്ട്? ഓക്കെ, അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇത്ര തന്നെയാണ് ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി സർ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അടുത്തൊരു പുതിയ ചാപ്റ്റർ. എന്തായാലും അത് ഞാൻ ഇന്ന് എടുക്കുന്നില്ല, അടുത്ത ക്ലാസ്സിൽ അത് എടുക്കാൻ കേട്ടോ. പുതിയ ചാപ്റ്റർ അല്ലേ, അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ ഞാനൊരു എക്സ്ട്രാ ക്ലാസ് വെച്ച് കഴിഞ്ഞാല്? ഓക്കെ, എന്തായാലും ഞാന് ഇന്ന് പറ്റുമെന്ന് ചെയ്യുന്നത്, സോറി, ഈ ഒരു വീക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ഞാനൊരു എക്സ്ട്രാ ക്ലാസ് മിക്കവാറും എടുക്കും കേട്ടോ. ഓക്കെ സർ.